9 മാസങ്ങൾ നീണ്ട ബഹിരാകാശവാസത്തിന് ശേഷം സുനിത വില്യംസും ബുച്ച് വിൽമോറും തിരികെ എത്തുന്നു. 4 ബഹിരാകാശ യാത്രികരുമായി മാർച്ച് 12-ന് പുറപ്പെടുന്ന ക്രൂട്ടൺ മിഷൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയതിനു ശേഷമായിരിക്കും സുനിത വില്യംസും ബച്ച് വിൽമോറും ഭൂമിയിലേക്ക് മടങ്ങുക. നിലവിലെ കണക്കുകൂട്ടൽ അനുസരിച്ച് അവർ മാർച്ച് 19-ന് ഭൂമിയിൽ തിരികെ എത്തും. സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ ക്യാപ്സ്യൂളിലായിരിക്കും അവരുടെ മടക്കയാത്ര. അറ്റ്ലാന്റിക് സമുദ്രത്തിലോ ഗൾഫ് ഓഫ് മെക്സിക്കോയിലോ ആയിരിക്കും പേടകം ലാൻഡ് ചെയ്യുക. വെറും ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ബഹിരാകാശ ദൗത്യത്തിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ സുനിത വില്യംസും ബുച്ച് വിൽമോറും ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിന്റെ ത്രസ്റ്ററുകൾക്കുണ്ടായ തകരാർ മൂലമാണ് അവിടെ കുടുങ്ങിപ്പോയത്. അതിനുശേഷം പല തവണ അവരുടെ മടക്കയാത്ര ഷെഡ്യൂൾ ചെയ്തിരുന്നെങ്കിലും പേടകത്തിന്റെ തകരാർ കാരണം അതിന് കഴിഞ്ഞില്ല. ഒടുവിൽ അവരുടെ സുരക്ഷയെ മുൻനിർത്തിയാണ് മടക്കയാത്ര സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ ക്യാപ്സ്യൂളിലാക്കിയത്. തകരാറിലായിരുന്ന സ്റ്റാർലൈനർ പേടകം നേരത്തെ തന്നെ ഭൂമിയിൽ തിരികെ എത്തിച്ചിരുന്നു. ഇത്രയും നാൾ ബഹിരാകാശത്ത് കഴിഞ്ഞതിനാൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്ക് നേരിടേണ്ടതായി വരും. നിലവിൽ ബോൺ ഡെൻസിറ്റി ലോസ്, മസിൽ ലോസ്, കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ സുനിത വില്യംസ് നേരിടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനാണ് മാർച്ച് 19-ന് അവസാനമാവുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റോറീസ് വിത്ത് കിരൺ.